ഇപ്പോഴത്തേക്കാണ് നമുക്കൊരു സ്വന്തമായി KCAയുടെ ഒരു അന്താരാഷ്ട്ര ആദ്യം സ്റ്റേഡിയം? അതിന് നന്ദി പറയേണ്ടത് ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ കേരളത്തോടാണ്. കാര്യം ഈ പദ്ധതിയുടെ ആദ്യകാലം തുടക്കം LDF സർക്കാരായിരുന്നു. LDF സർക്കാർ അവസാന ക്യാബിനറ്റിലാണ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിനുള്ള ഒരു അനുമതി, അത് ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. അപ്പോൾ അതിനകത്ത് ക്യാബിനറ്റ് തീരുമാനം, അതുപോലെ തന്നെ രണ്ടാമത്തെ നിർണായക തീരുമാനമായിരുന്നു ലാൻഡ് സീലിംഗ് എക്സംഷൻ തരിക എന്നുള്ളത്. ഇത് രണ്ടും അനുവദിച്ചുകൊണ്ടാണ് LDF സർക്കാർ പൂർത്തീകരിക്കുന്നത് അവസാന ക്യാബിനറ്റ്. പക്ഷെ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ അത് എത്രത്തോളം സ്പീഡിൽ നടത്തി കളയാം, അല്ലെങ്കിൽ നടത്തണം എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ വലിയ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് വളരെ വേഗതയിലാണ് അത് പോകുന്നത്. അത് നമുക്കിപ്പം ഏറ്റവും വലിയ കടമ്പയാണ് വെറ്റ്ലാൻഡ് ആക്ട് പ്രകാരമുള്ള ഒരു കൺവെൻഷൻ നടത്തുക എന്നുള്ളത്. അത് സാധാരണ സർക്കാർ വളരെ സൂക്ഷിച്ചും കണ്ടും മാത്രമേ ചെയ്യുകയുള്ളൂ. കാര്യം ഇത് ഒരു കായിക വികസനം എന്ന് പറയുന്നത് ഒരു കായികമായിട്ട് മാത്രമല്ലാതെ അതിന് റവന്യൂ ഭാഗമുണ്ട് സർക്കാരിൽ. അതുപോലെ തന്നെ യുവജനങ്ങൾ, ഭാവി തലമുറ, പിന്നെ ക്രിക്കറ്റിന് സ്വന്തമായിട്ടൊരു അന്താരാഷ്ട്ര സ്റ്റേഡിയം വന്നാലേ IPLും ടെസ്റ്റ് മാച്ചുകളും ഒക്കെ വരികയുള്ളൂ, ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അപ്പോൾ അതിനൊക്കെ തന്നെ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, രാഷ്ട്രീയ കേരളം അക്കാര്യത്തിൽ വളരെ ഐക്യമായിരുന്നു. കാര്യം ആ പദ്ധതി നടപ്പിലാക്കി കാണുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെയും മുൻ സർക്കാരിൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. അത് വളരെ പ്രശംസനീയവുമാണ്. അതിൽ നിങ്ങൾ ഹാപ്പി ആണെന്ന് അറിയാം. ഞങ്ങൾ ഒരു കാര്യം സാർ, അതിൽ ആ സ്റ്റേഡിയത്തിന്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും? നമുക്ക് മനസ്സിലൊരു വിഷനൊക്കെ ഓൾറെഡി നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും. എത്ര ആളുകൾക്ക് ഇരുന്ന് കാണാൻ പറ്റുന്നതായിരിക്കും? അതിന്റെ സ്ഥലം നെടുമ്പാശ്ശേരി എയർപോർട്ടിനോട് ചേർന്നാണ്. അതെ, അടുത്താണ് എയർപോർട്ട്. നമ്മൾ ഹൈവേയിൽ നിന്ന് എയർപോർട്ടിലോട്ട് ടേണിങ്ങിന് ഒരു 1 കിലോമീറ്ററിനുള്ളിൽ ആണ് അത് വരുന്നത്. അപ്പോൾ ബാക്കി കപ്പാസിറ്റിയൊക്കെ ഫൈനലി നമ്മളത് ഡിസൈൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഈ. എന്നാലും നമുക്കൊരു ധാരണ ഉണ്ടാവും, എന്തായാലും ഒരു 40,000 അങ്ങനെ ആ ഒരു റേഞ്ചിലായിരിക്കും. ഒരു 35 to 50 ഇടയിൽ ആ ഡിസൈനിൻ്റെ അതൊന്നും ഫൈനൽ ആയിട്ടില്ല. ഡിസൈനിൻ്റെ അതുപോലെയും പിന്നെ നമുക്ക് ഈ എൻവയോൺമെൻറ്റ്, ഈ ഇമ്പാക്ട്, അതിൻ്റെ അസസ്മെൻറ്റ്സും ഇതൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ എങ്ങനെ ഒരു സ്ട്രക്ചറാണ് വരിക എന്നുള്ളത് പഠിക്കേണ്ടത്. അതെ, അതൊക്കെ എടുക്കണമല്ലോ. നമ്മൾ ആദ്യം ഈ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തണം. പിന്നെ ഈ എത്ര ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റും, ഈ ഇത്ര ക്രൗഡ് ഡിസ്പേഴ്സ് ചെയ്ത് പോകുമ്പോഴുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മൈൻഡിലുള്ളൊരു ബിറ്റ്വീൻ ഒരു 35 and 50. മൈതാനത്തോടൊപ്പം തന്നെ മറ്റു എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമ്മൾ അവിടെ? അത് സ്വാഭാവികമായിട്ടും മറ്റ് പ്രാക്ടീസ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടാവും. അതുപോലെ ഒരു പ്രാക്ടീസ് ഗ്രൗണ്ട് വേറെ ഉണ്ടാവും. പിന്നെ ക്ലബ് ഹൗസും അങ്ങനത്തെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ എന്തായാലും ഒരു മോഡേൺ സ്റ്റേഡിയം ആയിരിക്കും. ഇപ്പോൾ BCC, ഇപ്പോൾ ഈ സ്റ്റേറ്റ് അസോസിയേഷൻസ് അവസാനം കംപ്ലീറ്റ് ചെയ്ത ഒരു ഏറ്റവും നല്ലൊരു സ്റ്റേഡിയം ബറോഡയാണ്, എല്ലാ അമ്യൂണിറ്റീസും കൂടെ ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു എല്ലാ മോഡൽ നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യും. അല്ല, അങ്ങനല്ല, നമ്മൾ നമ്മുടെ ഇതിനനുസരിച്ചുള്ള പക്ഷെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മോഡലായിരിക്കും ചെയ്യുന്നത്. കേരള ക്രിക്കറ്റ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലം ഒരു മൈതാനം സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ നടന്ന് പലപ്പോഴും അതിനേറെ മുന്നോട്ട് പോയി പിന്നെ പരാജയപ്പെട്ട് പുറകോട്ട് പോകുന്നതാണ് കണ്ടത്. പക്ഷെ അതിൽ പിന്തിരിയാതെ ഇത് നടപ്പാക്കിയേ പറ്റൂ, എന്നാലേ നമുക്കിവിടെ ക്രിക്കറ്റ് ആത്യന്തികമായി വളരൂ എന്നുള്ള ഒരു ബോധ്യമുണ്ടല്ലോ. അപ്പോൾ അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക്, അല്ലെ നിർമ്മാണമൊക്കെ തുടങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ എത്രമാത്രം ഹാപ്പിയാണ് നിങ്ങൾ ഭാരവാഹികൾ? അല്ല, കാരണം ഇത് വർഷങ്ങളായിട്ടുള്ളൊരു ശ്രമമാണല്ലോ. അപ്പോൾ അതിൻ്റെ അങ്ങോട്ട് എന്താണ് പറയുന്നത്, അതിൻ്റെ ഒരു പരിസമാപ്തിയിലോട്ട് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും, കാരണം ഇപ്പോൾ തന്നെ നമ്മൾ ഈ പെർമിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് ഒരു 3-4 വർഷം ടൈം എടുത്തു. അപ്പോൾ ഇത്രയും വെയിറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒരു സ്റ്റേഡിയം എന്തായാലും ഒരു ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഏറ്റവും ഒരു ലാൻഡ്മാർക്ക് ആയിരിക്കും. ഓക്കെ, ഞാൻ KCLലേക്ക് ഒന്ന് വരികയാണ്. KCL നമ്മുടെ 3ാം സീസണിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ യാത്രയും അതുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ. അപ്പം അത് എത്രമാത്രം നിങ്ങൾക്ക് ഭാരവാഹികൾക്ക് അതൊരു കോൺഫിഡൻസ് ആയിരുന്നു? കാരണം നമ്മളത് 3 എന്നുള്ളത് 30-40 വർഷത്തേക്കൊക്കെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ നമ്മുടെ ഈ ഒരു വിഷനുള്ളത്. അപ്പം 2 സക്സസ്ഫുൾ ആയിട്ടുള്ള 2 എഡിഷൻ കഴിഞ്ഞു. 3ാമത്തെ എഡിഷനിൽ എത്തുമ്പോൾ ഉള്ള വെല്ലുവിളികൾ എന്തൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്? അത് മറികടക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്? 3rd എഡിഷൻ എന്തായിരിക്കും ആരാധകർക്ക് മുന്നിൽ? അത് ഈ വെല്ലുവിളി എന്ന് ചോദിച്ചത് കാരണം ആദ്യത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ നടക്കുന്ന ഈ വേദിയാണ്. ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത് നമുക്ക് ഈ സ്റ്റേഡിയത്തിൽ കളി നടത്തുക എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾ വീണ്ടും സർക്കാർ മാറി വന്നിരിക്കുന്നു. ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ എഗ്രിമെൻ്റ് ഏകദേശം ജനുവരി മാസത്തോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ ഈ സർക്കാരിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇത് നശിക്കാതെ നമ്മൾ എറണാകുളത്ത് വലിയ ഗംഭീര സ്റ്റേഡിയം വരുമ്പോൾ ഈ ഗംഭീര സ്റ്റേഡിയം തിരുവനന്തപുരത്ത് ഒരെണ്ണമുണ്ട്,
അത് നശിക്കാതെ നോക്കുക എന്നുള്ളതും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഉത്തരവാദിത്വമാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഈ മൈതാനം ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഞങ്ങൾ തീർച്ചയായും ഞങ്ങളത് അറിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇത് എഗ്രിമെൻ്റ് തീരുമ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഈ മൈതാനം ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണ്. കാരണം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ 2 സ്റ്റേഡിയങ്ങൾ വന്നു, ചിലയിടത്ത് 3ാമത്തെ ആലോചന നടക്കുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ടും ഇല്ല, അല്ലാതെ ഇല്ലാത്തൊരവസ്ഥയാണ്. ഇതിപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ ഗ്രൗണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് എല്ലാ അറ്റകുറ്റപ്പണികളും എല്ലാം KCA അത് പിന്നെ ഏറ്റെടുത്ത് നടത്തുകയാണ്. കാര്യം ഇവിടെ അന്താരാഷ്ട്ര വെന്യൂ പോകാൻ പാടില്ല നമുക്ക്. അതുപോലെ നമ്മളുടെ ക്രിക്കറ്റ് താരങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് ഈ കേരള ക്രിക്കറ്റ് ലീഗ്. അപ്പോൾ 10-20 ദിവസം ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് കളി നടക്കേണ്ടി വരുന്നു. അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 18 കോടി രൂപയോളം മുടക്കിയാണ് ഫ്ലഡ് ലൈറ്റ്. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ചും അതാണ്. കാര്യം ഇതൊരു പെർഫെക്റ്റായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേഡിയം അല്ല. നമ്മൾ അതിൻ്റെ അകത്ത് കുറേ ഇൻവെസ്റ്റ് ചെയ്തും അതിൻ്റെ അകത്ത് പല പല ടെൻഷൻസും ഉണ്ട്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി. മറികടക്കാൻ ഉള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. സർക്കാർ വളരെ പോസിറ്റീവാണ്. നമ്മളിപ്പോഴും മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു മീറ്റിംഗ് വെക്കുന്നുണ്ട്. അതായത് ഞാൻ നേരെ ചോദിക്കുകയാണ്, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അതിന്റെ നിലവിലുള്ള കാലാവധി എഗ്രിമെന്റ് കാലാവധി കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ KCA തയ്യാറാണ്. 100%. അതെ അതെ 100%. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എറണാകുളത്തും തിരുവനന്തപുരത്തും സ്റ്റേഡിയം വേണം. സ്റ്റേഡിയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സീസണിൽ തന്നെ ഒരു അന്താരാഷ്ട്ര മത്സരം 1 ഡേ മാച്ചും T20യും വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് 2 സ്റ്റേഡിയവും മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതൊരു ദീർഘനാൾ ലീസ് അടിസ്ഥാനത്തിൽ എടുക്കുക എന്നുള്ളതാണ്. അതെ അതെ അതാണ്. ഇപ്പോൾ ഈ സ്റ്റേഡിയം നോക്കിയാൽ അറിയാം, ഇതൊരു കുറേ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സ്റ്റേഡിയം ഉണ്ടെങ്കിൽ കൂടുതൽ മത്സരങ്ങൾ വരും. ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള സ്റ്റേഡിയം എല്ലാ സൗകര്യങ്ങളോടും കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ മത്സരങ്ങൾ വരും. സ്വാഭാവികമായിട്ടും IPL മത്സരങ്ങൾ പോലെയും അല്ലാതെ മറ്റ് ഇപ്പോൾ WPL എത്ര മത്സരങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ ഹോസ്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അതിനുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം ഈ IPL ആണെങ്കിൽ IPL ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത് കോർപ്പറേറ്റ് ബോക്സുകളാണ്. ഈ സ്പോൺസേഴ്സിന് പറ്റുന്ന കോർപ്പറേറ്റ് ബോക്സുകൾ വേണം. ഇവിടെ നമ്മുടെ ഈ കാണുന്ന എല്ലാം കോർപ്പറേറ്റ് ബോക്സിന്റെ സ്ട്രക്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ഇത് കൺവെർട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്ക് KCAക്ക് കിട്ടുവാണെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്തൊരു മിനിമം ഒരു 100 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വേണം. എന്നാലേ ഇതൊരു പ്രോപ്പർ ക്രിക്കറ്റ് സ്റ്റേഡിയം ആകുള്ളൂ. അതിന് KCA വില്ലിംഗ് ആണ് 100%. അത് സർക്കാരിൻ്റെ ഒരു തീരുമാനം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്തും തിരുവനന്തപുരത്തും അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റാണ്. അതുകൂടി വന്നാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. അത് തീർച്ചയായിട്ടും. എന്താണെന്ന് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ കേരളത്തിലെ ക്രിക്കറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു അത്രയും ഒരു സ്റ്റാൻഡേർഡുള്ള മൈതാനങ്ങളും അത് വേണം. ഒരു പ്ലേയിങ് ഗ്രൗണ്ട് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ക്രിക്കറ്റിൽ ശരിക്കും ടെക്നോളജി യൂസ് ചെയ്യും. ഈ ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമ്മുടെ എല്ലാ ഫെസിലിറ്റിയിലും വേണം. പണ്ടൊരു ഗ്രൗണ്ടും ഒരു പിച്ചും മതിയായിരുന്നു. ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനല്ല. ഈ ട്രെയിനിങ്ങിന് പുതിയ ഫെസിലിറ്റീസ് വേണം. ഒരു ഇൻ്റർനാഷണൽ ഒരു ലെവലുള്ള സ്റ്റേഡിയം വന്നു കഴിയുമ്പോൾ ഈ ഇൻഡോർ ഫെസിലിറ്റീസ് അതിനുള്ളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ലേറ്റസ്റ്റ് ടെക്നോളജീസൊക്കെ യൂസ് ചെയ്യാനായിട്ട് വേണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ കളിക്കാർക്ക് ഒരു ഹയർ ലെവലിലോട്ട് കളിക്കാനായിട്ട്. കാരണം മറ്റുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യണം. അപ്പോൾ മറ്റ് പല സ്റ്റേറ്റുകളും സ്വന്തം സ്റ്റേഡിയങ്ങളും ഇതുപോലത്തെ ഫെസിലിറ്റീസും ഒക്കെ ആയിക്കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മൈതാനങ്ങൾ മാത്രമാണുള്ളത്. ഈ കാര്യങ്ങളും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമ്മുടെ അക്കാഡമി സ്ട്രെങ്തൻ ചെയ്ത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ടാലൻറ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അവർക്കുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചുള്ള ട്രെയിനിങ് മെത്തേഡ്സ് കൊടുക്കുകയും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച ആയിട്ടില്ലായിരുന്നു, മുൻ ഇന്ത്യൻ ബൗളിംഗ് കോച്ചാണ് പരസ് മാംബ്രെ, അദ്ദേഹത്തിൻ്റെ ഒരു 7 ഡേ ക്യാമ്പ് നമ്മുടെ രഞ്ജി ട്രോഫി ടീമിലുള്ളത് തൊട്ട് നമ്മുടെ അണ്ടർ 16 വരെയുള്ള ഇപ്പോൾ കറണ്ട് രഞ്ജി ട്രോഫി തൊട്ട് അണ്ടർ 16 വരെയുള്ള ഫാസ്റ്റ് ബോളേഴ്സിന് ഒരു സ്പെഷ്യലിസ്റ്റ് ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ക്യാമ്പുകൾ, അതുപോലെ സ്പിന്നേഴ്സിൻ്റെ ക്യാമ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ അശ്വിനെ കൊണ്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ ഇഞ്ചുറിയും അങ്ങനെ വന്നിട്ടാണ് ഈ ഷെഡ്യൂൾ മാറിപ്പോയി. പിന്നെ നമ്മുടെ നാട്ടിലെ മഴ അങ്ങനെ കുറച്ചൊരു അതൊന്ന് ഡീറെയിലായിപ്പോയി ആ ക്യാമ്പ്. അപ്പോൾ നമ്മളിങ്ങനെ സ്പെഷ്യലിസ്റ്റ് ക്യാമ്പുകൾ കൊടുക്കാനും ഒക്കെ ഇങ്ങനെയുള്ള കോച്ചസ് വരുമ്പോഴേ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും കൂടെ നമുക്ക് വേണം. അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിലാണ് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കളിക്കാർ സ്വാഭാവികമായിട്ടും ഹയർ ഒരു ലെവലിലോട്ട് എത്തുള്ളൂ.